Good evening, ladies and gentlemen. A round of applause to everyone behind Thug Life. Ladies and gentlemen, a round of applause to welcome the one and only, the all-time charming, the living legend, Sir Dr. Padma Bhushan Kamal Haasan Sir. A grand welcome to Kochi at the Forum Mall at the PVR for the Thug Life promotions. എല്ലാവരും സീറ്റ്സിലേക്ക് ഇരിക്കാനായിട്ട് ഗൂഗിൾ മൂവീസിന്റെ ഒരു പില്ലർ സ്ട്രെങ്ത് ആയിട്ട് പില്ലർ സ്റ്റോൺ ആയിട്ട് ഫുൾ ടൈം ഉള്ള കൃഷ്ണമൂർത്തി സാറിനെയാണ് ഞാൻ ആദ്യം ഗൂഗിളം മൂവീസ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഗൂഗിൾ മൂവീസിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിന്ന ഒരു കൈയാണ് ശ്രീ കൃഷ്ണമൂർത്തി സാർ. ആൻഡ് നൗ ദ മാൻ, ദ മെയിൻ പേഴ്സൺ. തൻ്റെ പാഷൻ ബിസിനസ് ആയിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സിനിമയോടുള്ള സ്നേഹം വളരെ ആഴത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ മൈൽ സ്റ്റോൺസുകളെല്ലാം അച്ചീവ് ചെയ്തതിന് ശേഷം തൻ്റെ പാഷനായിട്ട് ഒരു സിനിമ കമ്പനിയിലൂടെ വന്ന് ഇന്ന് മലയാളത്തിലെയും തമിഴിലെയും തെന്നിന്ത്യയിലെയും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒട്ടുമിക്ക ബ്രഹ്മാണ്ഡമായ സിനിമകൾ നമുക്ക് മലയാളത്തിലേക്ക് എത്തിച്ചേർന്ന, ഒരുപക്ഷെ നാളെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് കാൻസിലും അല്ലെങ്കിൽ അക്കാഡമി അവാർഡ്സിലേക്കും പോകാനുള്ള സിനിമകൾ നമുക്ക് എത്തിക്കാൻ പറ്റും എന്ന് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാനർ ശ്രീ ഗോകുലം മൂവീസിന്റെ അമരക്കാരൻ ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ ക്ഷണിക്കുകയാണ്. The Chairman and Managing Director, Sri Gokulam Group, one and only Sri Gokulam Gopalan Sir. ഞാൻ സൂതുകാവം മുതൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. കാലം ഒരുപാട് കടന്നുപോയി. കുറേ നല്ല സിനിമകളിലൂടെ നമ്മുടെയൊക്കെ ഭാഗമായി. ഓമൈ കടവുളെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഒരു ഫേവറേറ്റ് ആണ്. ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പോർത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ഈയിടയ്ക്ക് വളരെ സൂപ്പർഹിറ്റായ സിനിമയിലും അദ്ദേഹം ഭാഗമാണ്. വൺ ഓഫ് ദ വെരി പ്രോമിസിംഗ് ആക്ടേഴ്സ് ഇൻ സൗത്ത് ഫിലിം. Ladies and gentlemen, Sri Ashok Selvan. അടുത്തത് നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയ ഒരു കുട്ടിയിൽ നിന്ന് വളരെ അധികാരത്തോടു കൂടി ആ ഒരു പ്രൗഡായിട്ട് തന്നെ പറയാം. പക്ഷേ അവരിലുള്ളൊരു യഥാർത്ഥ അഭിനേത്രിയെ നമ്മളെല്ലാവരും കണ്ടത് കമൽ സാറിൻ്റെ കൂടെ വിരുമാണ്ടിയിലാണ്. അഭിരാമിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഗംഭീര കൈയടി ഫോർ അഭിരാമി. ഇറ്റ്സ് ഗുഡ് ടു സീ ബൗൺസിംഗ് ബാക്ക് അഭിരാമി ഓൺ തഗ് ലൈഫ്. ഒരുപക്ഷെ എല്ലാവർക്കും സിനിമയിൽ സ്ട്രഗിൾസ് ഉണ്ടാവും. ഓരോരുത്തരുടെ സ്ട്രഗിളും പല കൈൻഡ് ഓഫ് സ്ട്രഗിൾസ് ആയിരിക്കും. പക്ഷേ ഒരു ചെറിയ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്ന് തുടങ്ങി ഞാൻ സിനിമയിലേ നിൽക്കുകയുള്ളൂ, ഞാൻ സിനിമയിൽ എന്തൊക്കെ വന്നാലും സർവൈവ് ചെയ്യുമെന്ന് കാണിച്ചിട്ട് ചെറിയ ക്യാരക്ടർ ആണെങ്കിലും വലിയ ക്യാരക്ടർ ആണെങ്കിലും കിട്ടുന്നതെല്ലാം ചെയ്ത് ഇന്ന് കമൽ ഹാസൻ സാറിനോടൊപ്പം വേദിയിൽ കൂടെ ഇരിക്കുന്ന ആ ജോജോ ചേട്ടനെ ഒരു കൈയടി സ്പെഷ്യലായിട്ട് കൊടുത്തു തന്നെ വിളിക്കണം. അത് ദൈവം കൊച്ചി അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നത് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. 6 പതിറ്റാണ്ടുകൾ ഞാനും നിങ്ങളും ഇപ്പൊ ജനിച്ചവരുൾപ്പെടെയുള്ള പലരുടെയും ബാല്യവും കൗമാരവും ടീനേജും അഡോൾസൻസും എല്ലാം കടന്നു പോയത് ആ മഹാനടന്റെ സിനിമകൾ കണ്ടാണ്. ഒരുപക്ഷെ ഹീസ് നോട്ട് ജസ്റ്റ് എൻ ആക്ടർ, ഹീസ് എൻ ഇറ, ഹീസ് എ സീസൺ. അതെ, സിനിമ എന്ന വാക്കിന് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ സിനിമാ പ്രേമികൾ കൊടുത്ത മറുപേരാണ് അദ്ദേഹം. പേര് കമൽ ഹാസൻ. Ladies and gentlemen, a huge round of applause to welcome Sir Padma Bhushan Kamal Haasan Sir to Kochi for the Thug Life promotions. So kindly be seated, sir. ഞാൻ ഗോകുലം ഗോപാലൻ സാറിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട കമൽഹാസൻ, ജോജു, അഭിരാമി, അശോകൻ, കൃഷ്ണമൂർത്തി, ഇവിടെ കൂടിയിട്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ഫാഷൻ സിനിമ കാണുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളെടുത്ത് എങ്ങനെ മലയാളികൾക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അതിൽ നിങ്ങളുടെ സഹകരണങ്ങളും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ശ്രീ അശോക് സെൽവൻ, ഫ്യൂ വേർഡ്സ്. മനോഹരമായ കൊച്ചിനുക്കും
കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം. I'm so happy to be here. Just by the word of mouth, it did really well. So adukku thank you. Malayalam audience வந்து எப்பவுமே ரொம்ப ഏറ്റവും refined audience. So sharp-ஆன ஒரு promoting lovely cinema always. Thank you for supporting all of us. And trailer എല്ലാവരും കണ്ടില്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. പടം നമുക്ക് പൊളിക്കണ്ടേ? അപ്പോൾ June 5th എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, കുടുംബസമേതം വരിക, പിന്നെയും വരിക. ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല. സോ പിന്നെയും വന്ന് അടിപൊളി സിനിമയായിരിക്കും, കണ്ട് രസിക്കാം. താങ്ക് യു സോ മച്ച്. ജോജോടാ. എല്ലാവർക്കും നമസ്കാരം. എന്നെക്കുറിച്ച് എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിള് ഇവിടെ വന്ന ആളാണെന്ന്. അത്തരം ഒരുപാട്, അത് സത്യമാണ്. അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടുകയല്ലേ, നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെൻ്റാണിത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയുക, ഭയങ്കര ഭാഗ്യം. മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അതും മണിസാറും കമൽ സാറും വർക്ക് ചെയ്യുന്നു. കമൽ സാറിനെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. പൊന്നിയിൽ സെൽവൻ്റെ ഒരു ഫംഗ്ഷന് മണിസാറെ വിളിച്ചിട്ട് ഞാൻ പോയപ്പോൾ സാറിനെ ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അതിനുശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത്, അഭിനയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി, ഭക്ഷണം കഴിക്കാൻ പറ്റി, ഒരുമിച്ചിരിക്കാൻ പറ്റി. അത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾഫിൽനെസ് എന്ന് പറയില്ലേ, തൃപ്തി. എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെൻ്റ്. ദൈവത്തിന് നന്ദി. താങ്ക് യു. അതുപോലെ ഗോപാലൻ സാർ, താങ്ക് യു സാറ്. നമുക്ക് തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്, അതിനും നന്ദി. കൂടെയുള്ള അശോകായാലും ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമ തഗ് ലൈഫ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം രവി കെ ചന്ദ്രൻ, എ ആർ റഹ്മാൻ, ശ്രീകർ പ്രസാദ്, മണിരത്നം, എൻ്റെ ദ വൺ ആൻഡ് ഓൺലി കമലഹാസൻ. അവർ ഇവർ വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടുമോ. താങ്ക് യു സർ. തീർച്ചയായിട്ടും ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ ശബ്ദം ഈ മൈക്കുകളിൽ കൂടെ കേൾക്കാനാണ്. ദ വൺ ആൻഡ് ഓൺലി, ദ ലിവിംഗ് ലെജൻഡ്, നൗ റെപ്രസെന്റിംഗ് തഗ് ലൈഫ്, ഡോക്ടർ പത്മഭൂഷൺ കമൽ ഹാസൻ സർ. എല്ലാവർക്കും നമസ്കാരം. ഇത് തഗ് ലൈഫ് നമസ്കാരം പറഞ്ഞാൽ മതി, വന്ന് കാണുക, വെറുതെ വാചകം അടിക്കണ്ട. മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിൽ. സോ ഐ എം ഹാപ്പി, ഐ എം ഓൾവേസ് ഹാപ്പി വെൻ ഐ കം ടു കേരള, എസ്പെഷ്യലി കൊച്ചിൻ. അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കും കേരള വരുമ്പോഴെല്ലാം പറയും, ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും, ആന്ധ്രയിലും പറയും, അനുപമ ചോപ്ര ഇൻ്റർവ്യൂവിലും പറയും. കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ നിന്നാണ്. സോ ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തിരിച്ചു വരികയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. എപ്പോൾ വന്നാലും ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇന്ന് വീണ്ടും അത് പറഞ്ഞു, റിട്ടയർമെൻറ്റ് എന്നോ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അപ്പം ഞാൻ ചത്തുപോയി എന്നർത്ഥം. അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ്. എനിക്ക് ഐ എം എ ഗോഡ്ലെസ് മാൻ, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് കൺട്രി. വി ഹാവ് മെനി ഇൻ്റലിജൻറ്റ് പീപ്പിൾ. ജീനിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ, ബിക്കോസ് അത് ഒരു ലോൺലി ഐലൻഡായി പോകും. They are very intelligent people and they want to be with you. Don't separate them by calling them genius, because there are many geniuses in Kerala also. I'm not talking about age. Whatever age I am, ഒരു 10. സോ ഇവിടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, because I am also responsible. And even the assistant director, small characters,
and the singers in the film. ഞാനും ഒരാളാണ് വായിസൊക്കെ കൊടുത്തിട്ടുണ്ട്. But there are some excellent singers of sung in this film. And I've written a song, Shivanand has written a song. He has brought in many old and new talents together. And that's Mr. Maniratnam. I've been waiting for it. And they asked me why you're waiting. All I can say is that, why did you wait this long? All I can say is that we are sorry. We really are sorry we missed the opportunity more than you. So I'm here. And any more questions? Yeah, please. ഈ കമല ചാനൽ മൈക്സ് അവിടെ ഇരിക്കുന്നത് അവിടെ സൗണ്ട് ഉണ്ടാകില്ല പ്ലീസ് ആ സൈഡ് ചോദിച്ചു. സർ കമൽ സാറിന്റെ ഇവിടെ ഫ്രണ്ട് Yeah, okay. ഈ കമലഹാസന്റെ ബിഗ്ഗസ്റ്റ് ഫാനും ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും കമലഹാസൻ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണിന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്നറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയും. I just spoke to him. Varudha Mumbu. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my. So I told him, Aliyane payallo, valare sandosham. So I just spoke to him and I wished him happy birthday. Yes. Next one.